രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ അനിൽ മേനോൻ. 3.5 കോടി മലയാളികളുടെ അഭിമാനമായാണ് അനിൽ മേനോൻ അല്പസമയത്തിനകം ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് വിക്ഷേപണം. കസാഖ്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ത്യൻ സമയം രാത്രി 8:17 പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുക. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. രാത്രി 11:56 പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. അമേരിക്കയിലെ മിനിയോപോളിസിൽ ജനിച്ച അനിൽ മേനോന്റെ അച്ഛൻ ശങ്കരൻ മേനോൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. യുക്രൈൻകാരി എലിസബത്ത് സ്മോയിലെങ്കോയാണ് അമ്മ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകൻ കൂടിയാണ് അനിൽ മേനോൻ. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടിലേക്ക് നമുക്ക് ആദ്യം പോവാം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരോടൊപ്പമാണ് അനിൽ മേനോൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. വിവിധ പരീക്ഷണ ഗവേഷണങ്ങളുടെ ഭാഗമായി 8 മാസമാണ് സംഘം ബഹിരാകാശത്ത് ചിലവിടുക. ബഹിരാകാശത്തുള്ളവരുടെ ശരീരത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, രക്തത്തിലെ ഘടകങ്ങളിലുണ്ടാവുന്ന മാറ്റം, നിലയത്തിലെ കുടിവെള്ളം ഉപയോഗിച്ച് IV ഫ്ലൂയിഡ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ തുടങ്ങിയ പരീക്ഷണങ്ങളാകും അനിൽ മേനോൻ നടത്തുക. US ബഹിരാകാശ സേനയിൽ കേണൽ പദവിയിലുള്ള 49-കാരനായ അനിൽ മേനോൻ എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടർ കൂടിയാണ്. 2010 ഹെയ്തിയിലും 2015 നേപ്പാളിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടങ്ങളിലെ മെഡിക്കൽ രക്ഷാദൌത്യങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായി തന്റെ കരിയർ ആരംഭിച്ച ഡോക്ടർ അനിൽ 2018 ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്പേസ് എക്സിൽ ചേർന്നു. ശേഷം 2021 ഡിസംബറിലാണ് ബഹിരാകാശ യാത്രയ്ക്ക് നാസ അനിൽ മേനോനെ തിരഞ്ഞെടുത്തത്. അനിൽ മേനോന്റെ ഭാര്യ അന്ന വിൽഹമും ബഹിരാകാശ യാത്രികയാണ്. ജെയിംസ്, ഗ്രേസ് എന്നിവർ മക്കളാണ്. ആദ്യ സ്ട്രാപ്പ്, ന്യൂസ് മലയാളം. And friends of NASA astronaut Anil Menon, including his wife Anna, who flew alongside Administrator Jared Isaacman on the Polaris Dawn mission back in 2024. അടക്കം 3 പേരെ വഹിച്ചുകൊണ്ടുപോകുന്ന സോയൂസ് പേടകത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സനീഷ്, ഇപ്പോൾ ഈ അനന്തമജ്ഞാതം അവർണ്ണനീയം ഭൂഗോളലോകം തിരിയുന്ന മാർഗം അതിങ്ങനെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ന് കണ്ടുവന്ന് നാലപ്പാട്ട് നാരായണമേനോൻ പണ്ട് പറഞ്ഞതുപോലെ ആ മട്ടിൽ നമ്മളെല്ലാം ഇങ്ങനെ എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ മാത്രം കാണുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കാണാൻ അനിൽ മേനോന് അവസരം ഒരു മലയാളിക്ക് എന്നുള്ളതാണ്. മലയാളി കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും ഒരു അധിക സന്തോഷം നമ്മൾ മലയാളികൾക്കാകെ. ഇതിപ്പോൾ പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യമാണല്ലേ. അതായത് കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് ഈ റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൂടെ ചേർന്ന ഈ സംഘത്തിന്റെ യാത്ര ഉള്ളത്. സോയൂസ് റോക്കറ്റിലാണ് പേടകത്തെ വിക്ഷേപിക്കുക. റഷ്യക്കാരായ പ്യോത്തർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിന് ഒപ്പമുണ്ട്. 3 പേരാണ്. സോയൂസ് പ്രോഗ്രസ് രാത്രി 11:30 കഴിഞ്ഞ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ ജനിത് കവാടവുമായി ബന്ധിപ്പിക്കപ്പെടും. അതിന് ഡോക്കിംഗ് എന്നാണ് പറയുക. നാളെ പുലർച്ചെ 1 മണിയോടെ കവാടങ്ങൾ തുറക്കും. അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങേയറ്റം സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം. തീർച്ചയായും ഇതൊരു ഈ സ്പേസ് ടൂറിസം എന്നുള്ള മട്ടിൽ കണക്കാക്കേണ്ട സംഗതിയല്ലല്ലോ. മനുഷ്യനെ ബഹിരാകാശത്തിന് തയ്യാറാക്കലാണ്, ജീവിക്കാൻ. മനുഷ്യനെ ബഹിരാകാശത്തിൽ ജീവിക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന മട്ടിൽ തന്നെ വേണമല്ലോ ഇതിനെ നമ്മൾ കണക്കാക്കാൻ. ഇപ്പൊ ഡോക്ടർ അനിൽ മേനോനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഈ നാസയുടെ ക്രൂ 23 ഗ്രൂപ്പിലെ ആസ്ട്രോനോട്ടാണ്. കേരള ബന്ധമുള്ളയാളാണ്, മലയാളിയാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ ഉക്രൈൻകാരിയാണ് അമ്മ എന്നുള്ളതേ ഉള്ളൂ. മലയാളി തന്നെയാണ് അച്ഛൻ. ഡോക്ടറാണ്, ഫ്ലൈറ്റ് സർജനാണ്. അങ്ങനെ പല നിലയ്ക്ക് അദ്ദേഹം പല തലത്തിൽ പ്രവർത്തിച്ചു എന്നാണ്. പക്ഷെ 6ാമത്തെ വയസ്സിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പുറപ്പെടാൻ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബഹിരാകാശ ശബ്ദവും കൂടെ കേൾക്കാൻ ഒരു ready for launch as engineers will continue to receive telemetry from both the Soyuz 2.1A booster and the Soyuz MS-29 spacecraft, which will indicate that all primary and backup systems are set to support liftoff. Again, launch today is scheduled for 9:47 a.m. Central Time, 10:47 a.m. Eastern Time, which is 7:47 p.m. in Baikonur. Following their approximately 8-minute and 50-second ride to orbit, the crew will then have a 2-orbit, 3-hour chase to the space station ahead of a docking later today around 12:56 p.m. Central, 1:56 p.m. Eastern Time.
16-3, 1 on straightness. Everything is per schedule. The launch will broadcast. I copy. Everything is fine on board. We are ready for launch. Copy. And you were just hearing some interpretation there of the crew and the teams on the ground as the countdown continues. We did hear confirmation there that the crew on board the Soyuz MS-29 spacecraft is go for today's launch, just under 7 minutes from now. Now that we are inside that 7-minute mark, the pre-launch operations are officially complete. So the Soyuz booster is ready for launch, and the engineers continuing to receive telemetry from the Soyuz booster and its spacecraft. And the launch today is precisely timed for the moment when the Earth's rotation closes the cosmodrome in the plane corridor of the orbit of the space station, which is inclined 51.6 degrees to either side of the equator. മനുഷ്യ ശരീരത്തിന്റെ ദീർഘകാല ബഹിരാകാശ ജീവിതത്തോടുള്ള ഒരു അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ, അത് പഠിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് പ്രത്യേകിച്ച് ഇദ്ദേഹം സർജൻ കൂടി ആയതുകൊണ്ട് ഡോക്ടർ അനിൽ മേനോന്റെ സേവനങ്ങളെ ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്തുക എന്നതുകൂടിയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ചന്ദ്രനിലോ ചൊവ്വാഗ്രഹത്തിലോ അല്ല മാർസിലോ ഒക്കെ പോയി ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിലേക്ക് നയിക്കാവുന്ന ഒരു സാധ്യത അതൊക്കെ പഠിക്കുകയാണല്ലോ. ശരിക്ക് ലോകം എന്നല്ലല്ലോ ഇതിനെ പറയേണ്ടത്. ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലും പ്രപഞ്ചത്തിന്റെ വലിപ്പം ഇങ്ങനെ പല കാലങ്ങളായി പല തലമുറകളായി അറിഞ്ഞറിഞ്ഞു പോവുകയാണ്. അപ്പം നമ്മൾ ഇതിപ്പം 3.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന വളരെ ചെറിയ ദൂരമാണ് യഥാർത്ഥത്തിൽ ഈ ബഹിരാകാശ നിലയത്തിലേക്കുള്ളത് ആ നിലയ്ക്ക് നോക്കിയാൽ. പക്ഷേ ഇത് ബഹിരാകാശ ജീവിതം അതല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലെ ജീവിതം എത്രത്തോളം സാധ്യമാണ് മനുഷ്യന് അതായത് കുടിയേറ്റമാണെന്ന് മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ കുടിയേറി നമ്മൾ ഒരുപക്ഷെ ഈ അന്യഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാവുന്ന സാധ്യത തേടുമ്പോൾ അതിന്റെ ഒരു ഭാഗമാവുകയാണ് ഒരു മലയാളി. അതായത് ചന്ദ്രനിലൊരു ചായക്കട, ചന്ദ്രനിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു ചായക്കട നടന്നൊരു മലയാളി ഉണ്ടാവും എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാവിയിൽ തന്നെയും സുപ്രധാനമായേക്കാവുന്ന ആ ഭാവി ചരിത്രമായിട്ട് എഴുതി വെക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ രേടായിരിക്കും. കാരണം ഈ പറയുന്ന പോലെ മനുഷ്യർ അങ്ങനെ കുടിയേറുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമ്മുടെ ശരീര സംഗതികൾ അതുപോലെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഇനി ഒരുപാട് കാലം നീണ്ടേക്കാവുന്ന യാത്രകളുടെ ആദ്യത്തെ ഒരു ചുവട് എന്നൊക്കെ പറയാവുന്ന ഫസ്റ്റ് മിഷനിൽ നമ്മുടെ ഒരാളുണ്ട് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിന് വലിയൊരു കൗതുകമുണ്ട്. ആകെ 3 പേരാണ് പോകുന്നത്. അതിനകത്ത് ഒരാൾ മലയാളിയാണ് എന്നത് സത്യത്തിൽ അതിന്റെ നമ്മൾ എത്ര മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താലും അതിനകത്ത് ഈ ഫാക്റ്റിനെ മറികടക്കുന്ന ഒരു ഫിക്ഷൻ എന്താണ് ആയിട്ടുള്ള ഒരു വലിയ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു പാലക്കാടുകാരൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിന്റെ കൗതുകമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ ഒരു പ്രാധാന്യം ഉള്ള സംഗതിയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു അനേന സതീഷ് അവിടെ നിന്ന് ചേരും അതിന്റെ വിശദാംശങ്ങൾ തരാൻ വേണ്ടിയിട്ട്. 8:17 യാത്ര ആരംഭിക്കുക. 14 നമുക്ക് പെട്ടെന്ന് അനയിലേക്ക് പോയിട്ട് ഒരു അനേന കൂടുതൽ വിവരങ്ങൾ എന്താണ്? സനീഷ്, ആ മലയാളികൾക്ക് ആകമാനം അഭിമാനിക്കാൻ കഴിയുന്ന ആ ചരിത്ര നിമിഷം പിറക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 8:17 തന്നെ ഈ പേടകം വിക്ഷേപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സാങ്കേതിക തകരാറുകളൊന്നും നിലവിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. എല്ലാം സജ്ജമാണ് അവിടെ, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ്. കൃത്യം 8:17 തന്നെ വിക്ഷേപണം നടക്കും. കസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ ക്രോസ്മോഡ്രോമിലാണ് വിക്ഷേപണം നടക്കുന്നത്. ഏകദേശം ഈ 8:17 വിക്ഷേപിച്ച് കഴിഞ്ഞ് 11:30 കൃത്യമായി പറഞ്ഞാൽ 11:17 സമയം കണക്കാക്കുന്നത്. ഈ ഡോക്കിങ്ങിനായുള്ള സമയം കണക്കാക്കുന്നത് 11:17 അതായത് ഈ സെനിത്ത് മേഖലയിലായിരിക്കും ഡോക്കിംഗ് നടക്കുന്നത്. അതും കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ പിന്നിടുമ്പോഴായിരിക്കും ഈ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 1 മണിയോടെയാണ് ഹാച്ചിങ് പ്രക്രിയ കണക്കാക്കുന്നത്. ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാതിലുകൾ തുറന്ന് ഇവർ പുറത്തേക്ക് കടക്കുന്നത്.
ഹാച്ചിങ് നടന്നു കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കും ഈ മൂന്നംഗ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുക. അതോടെയാണ് ആ ചരിത്ര നിമിഷം പിറക്കാൻ പോകുന്നത്. ഈ ബഹിരാകാശ നിലയത്തിലേക്ക് വാതിൽ തുറന്ന് പ്രവേശിക്കുന്നതോടെ തന്നെ അനിൽ മേനോൻ തന്റെ പേരിൽ ആ ചരിത്രം കുറിക്കുകയാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്രമായിരിക്കും അനിൽ മേനോൻ തന്റെ പേരിൽ കുറിക്കാൻ പോകുന്നത്. എന്തായാലും വലിയൊരു ദൗത്യമാണ്. 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യത്തിനായാണ് ഈ മൂന്നംഗ സംഘം ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അനിൽ മേനോന് പുറമെ റഷ്യക്കാരായ പോത്യർ ഡുബ്രോവ്, അതുപോലെ തന്നെ അന്ന കിക്കിന എന്നിവരാണ് ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 8 മാസം നീണ്ടു നിൽക്കുന്ന ഈ ദൗത്യത്തിൽ ഉടനീളം അവർ നിർണായക പരീക്ഷണങ്ങൾ അടക്കം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു വരാം. ഇവിടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. 43 seconds a.m. Central Time, 10:47 and 43 seconds a.m. Eastern Time, which is 7:43 and 47 and 43 seconds in Baikonur. Again, you are seeing a live look of the Soyuz 2.1A booster, that Soyuz MS-29 spacecraft encapsulated on top of that rocket. We are just under T-minus 1.5 minutes away from today's liftoff. It is a 10-second window. So now that we are inside that mark, the ground propellant feed has now been terminated to the Soyuz booster. In about 15 seconds, the Soyuz will officially be on internal power. And then once we get to the T-minus 35 second mark, the first umbilical tower will separate from the booster and we will have auto sequence start, which will be followed by the ground umbilical to the third stage disconnecting. And then around T-minus 15 seconds, the second umbilical tower will separate, which will initiate engine sequence start. We are less than a minute away from today's liftoff of the Soyuz MS-29 spacecraft, which means the Soyuz is now on internal power. Disconnect. Vehicle to internal power. Separation of first umbilical tower from booster. The separation of the first umbilical tower has now separated from the booster, so we have auto sequence start. You can see that umbilical falling away there. 20. And the second umbilical tower will separate momentarily, which will initiate engine sequence start. We are under 20 seconds away from today's launch. Tower off and liftoff. Liftoff. Launch command issued for ignition. The launch command has been issued. Second umbilical tower separates. Engine 10 pumps at flight speed. Booster ignition now at full throttle and liftoff. Menon, Dubrov, and Kikina now on their way to the International Space Station as part of a 2-orbit journey. All the system parameters are nominal. We have good roll, pitch, and yaw as we head downrange. Engines of the first and second stage are functioning nominally. We have confirmation that the first and second stage engines have good performance. We have good structural parameter performance, and the Soyuz is delivering 930,000 pounds of thrust from its 4 boosters and single engine. The first stage of the Soyuz measures 68 feet in length and 24 feet in diameter, burning liquid fuel for the first 2 minutes and 6 seconds of flight. We're now a minute into today's flight. Everything continuing to proceed as planned, and the velocity is currently 1,100 miles per hour. 70. The flight is nominal. 70. Flight nominal. We're now a minute and 20 seconds into today's flight of the Soyuz MS-29 spacecraft on top that Soyuz 2.1A booster. We still have good first stage performance. Ready to 90. report the exact launch time. Remote or roaming. First and second stage engines stable. 17 hours, 47 minutes, 43. The pressure is 1511, 1429. Copy. We're now 1 minute and 54 seconds into today's flight, so the escape tower has been jettisoned.
And momentarily, the four strap-on boosters have been jettisoned, and these have completed their job and have dropped away at an altitude of 28 statute miles. The Soyuz is now traveling at about 3,350 miles an hour, and there you can see on your screen as those four strap-on boosters were jettisoned. The pressure is not Again, everything continuing to proceed as planned. We are receiving good reports of the structural performance of the Soyuz as it continues its ride uphill. We are now just over 2.5 minutes into today's launch of the Soyuz MS-29 spacecraft, and that launch shroud has now been jettisoned, and the rocket's altitude is now about 48 miles high. And we're now seeing an external rocket camera view that the crew will switch in to replace the in-cabin view at that time of fairing separation. We're now 3 minutes into today's launch of the Soyuz spacecraft. Everything continuing to proceed as planned and receiving good reports from the blockhouse in Baikonur. The Soyuz is now traveling at a speed of about 4,700 miles per hour. The Soyuz core stage is performing as expected, and the core stage of the Soyuz is 56 feet in length, 13.5 feet in diameter, with a single engine with 4 fuel chambers providing between 178,000 and 220,000 pounds of thrust for its 3 minute and 28 seconds of operation. 210 seconds. Control system parameters nominal. Copy. On board. We're about 3 minutes and 45 seconds into today's flight of the Soyuz as it continues its flight uphill. It is about an 8 minute and 50 second total ride to orbit before we have that third stage separation, and the Soyuz spacecraft will be on its way to chase the International Space Station. Copy. The crew are feeling fine. The core stage, once it was ignited, continues to burn until the 4 minute 43 second mark, which is coming up in about 30 seconds from now. And the Soyuz uses what's called a hot stage technique, and the third stage will then ignite while the second is still burning. And this is why the Soyuz has an open area in between the second and third stages. We are continuing to receive good reports of the Soyuz performance as it continues its journey uphill. We're now about 4 minutes and 50 seconds into today's flight. So the third stage did begin igniting at that 4 minute 45 second mark, which means the second stage is now shutting down. And we do have confirmation of second stage separation. Copy. Separation of second stage. And that separation taking place at an altitude of 105 miles. So the Soyuz is now being propelled by the single engine of the Soyuz third stage, and this engine is providing 67,000 pounds of thrust and will burn for a total of 4 minutes and 2 seconds. We're now about 5.5 minutes into today's launch of the Soyuz spacecraft. We're about 3 minutes away from that third stage separation. Everything is fine on board. The crew are feeling great. At which point the Soyuz spacecraft and its crew will officially be on their way to the International Space Station. Again, that third stage shutdown taking place about 8 minutes and 46 seconds into today's launch, about 3 minutes from now, shortly followed by that third stage separation. 360 seconds. Pitch your roll nominal. Copy. On board. Everything is fine. We're now just over 6 minutes and 20 seconds into today's launch of the Soyuz 2.1A booster, which was carrying the Soyuz MS-29 spacecraft to orbit as it begins its journey to the International Space Station. We are continuing to receive good reports of good pitch and yaw of the spacecraft as it continues its journey uphill.
മലയാളികൾക്ക് വാനോളം അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. എന്തായാലും നിശ്ചയിച്ചതുപോലെ തന്നെ സോയൂസ് MS-29 വിക്ഷേപണം വിജയകരമായിരിക്കുന്നു. അതിപ്പോൾ ആ പേടകത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാസ ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ കൃത്യമായി നിശ്ചയിച്ചതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഖസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും ഈ പേടകം കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോയൂസ് 2.1A റോക്കറ്റിലാണ് ഈ പേടകത്തെ വിക്ഷേപിക്കുന്നത്. എന്തായാലും അതിനിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത്. ഏകദേശം 11:30യോടെയാണ് അടുത്ത ഘട്ടം, അതായത് ഡോക്കിംഗ് എന്നൊരു ഘട്ടം അടുത്ത വരും മണിക്കൂറിൽ 11:30യോടെയാണ് ഡോക്കിംഗ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകം തന്നെയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിനും മലയാളികൾക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണിതെന്ന് പറയുന്നത്. അനിൽ മേനോൻ തന്റെ പേരിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ആണ് മുന്നേറുന്നത്. 11:30യോടെയാണ് ഈ അടുത്ത ഡോക്കിംഗ് പ്രക്രിയ നടക്കുന്നത്. അതിനുശേഷം 1 മണിയോടെ ഹാച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ കൂടി നടക്കും. അതായത് ഈ വാതിലുകൾ, ഈ പേടകത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കഴിഞ്ഞ് ഏകദേശം 1:30യോടെയാണ് ഈ 3-അംഗ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങളും നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാനാവും. എന്തായാലും 3 പേരടങ്ങുന്ന, അനിൽ മേനോൻ അടക്കം 3 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം യാത്ര തിരിച്ചിട്ടുള്ളത്. അവരെന്തായാലും നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ പ്രക്രിയയും മുന്നോട്ട് പോകുന്നത്. 8 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യത്തിനായാണ് ഈ 3-അംഗ സംഘം ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അനിൽ മേനോൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എത്ര കാലത്തെ തന്റെ പ്രയത്നമാണ് ഈ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിൽ അദ്ദേഹം വളരെ ആവേശത്തോടെയാണ് തന്റെ ആദ്യ ബഹിരാകാശ യാത്രയെ നോക്കിക്കാണുന്നതും. ഈ ഏകദേശം വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനും കഠിന പ്രയത്നത്തിനും ഒടുവിലാണ് ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്താൻ. ഇനി അങ്ങോട്ട് ഏതാണ്ട് 3-3.5 മണിക്കൂർ കൊണ്ട് ബഹിരാകാശ പേടകത്തിൽ എത്തിച്ചേരും. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, അത് എപ്പോഴായിരിക്കും, അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പറയുമോ? ഹർഷൻ, ഇനി നടക്കാനുള്ളത്, ആദ്യം നടക്കുന്നത് ഒരു ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയയാണ്. അതായത് ഈ സെനിത്ത് മേഖലയുമായി ഈ ഡോക്കിംഗ് പ്രക്രിയ നടക്കും. ഈ സെനിത്ത് കവാടത്തിലായിരിക്കും ഡോക്കിംഗ് നടക്കാൻ പോകുന്നത്. അത് ഏകദേശം 11:30 ആ ഒരു സമയത്താണ് ഡോക്കിംഗ് പ്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞായിരിക്കും പുലർച്ചെ 1 മണിയോടെയാണ് ഈ പേടകത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത്. അതിനെയാണ് നമ്മൾ ഹാച്ചിങ് എന്ന് പറയുന്നത്. ആ കവാടങ്ങൾ തുറന്നതിന് ശേഷമാണ് ഈ 3-അംഗ സംഘത്തിനും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 1 മണിക്ക് ഏകദേശം ഈ ഹാച്ചിങ് പ്രക്രിയ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ. അത് ഏകദേശം 1:30യോടെയായിരിക്കും, പുലർച്ചെ 1:30യോടെയായിരിക്കും ഈ 3-അംഗ സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 1:30യോടെ തന്നെ ആ പ്രക്രിയ പൂർത്തിയാകുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇവർ പൂർണ്ണമായും ആ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. ഏകദേശം നമുക്കറിയാം 8 മാസം നീളുന്ന ഒരു ദൗത്യമാണല്ലോ ഇത്. അതിൽ തന്നെ സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അവർക്ക് അവിടെ നടത്താൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് വിവരങ്ങൾക്ക് എന്തായാലും അതിസുപ്രധാനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഗതിയിലേക്കാണ്, ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. നമുക്ക് വളരെ പെട്ടെന്ന് ഇടവേള എടുത്തതിന് ശേഷം വരാം.